ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉമാ കണ്ണൻ വേൾഡ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ രസം ഉണ്ടാക്കുമ്പോൾ അടുപ്പെല്ലാം കത്തിച്ച് അതിൽ ചീനച്ചട്ടിയിലൊക്കെ ഇട്ട് ബോയിൽ ചെയ്തിട്ടാണ് നമ്മൾ രസം ഉണ്ടാക്കുന്നത്. ഇത് അങ്ങനെയല്ല, നമുക്ക് അടുപ്പൊന്നും കത്തിക്കണ്ട. പച്ചപ്പുളി രസം എന്നാണ് ഇതിന് പറയുക. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം പുളി എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ടാമറിൻറ്റ് പുളി എടുത്ത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി കുറച്ച് വേണം, ഗാർലിക്, ചെറിയ ഉള്ളി വേണം, സ്മോൾ ഒണിയൻ, നമുക്ക് ചെറിയ ഉള്ളി കുറച്ച് വേണം, കറിവേപ്പില, ജീരകം, മല്ലിയില, പച്ചമുളക്. ഇത്രയുമാണ് നമുക്ക് പച്ചപ്പുളി രസം ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ആദ്യം നമുക്ക് ഈ വെളുത്തുള്ളി, ഉള്ളി ഇതെല്ലാം ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അടുപ്പൊന്നും കത്തിക്കണ്ട, അല്ലാതെ നമുക്കൊരു 3 മിനിറ്റ്സിൽ നമുക്ക് ഈ രസം ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയാന്ന് നോക്കാം. നമ്മൾ പുളിയെല്ലാം സോക്ക് ചെയ്തത് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ആഡ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ മിക്സിയുടെ ബൗളിലേക്ക്, ചെറിയ ബൗളിൽ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം നമ്മൾ ക്രഷ് ചെയ്യാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. കുരുമുളക് ഉണ്ടെങ്കിൽ നമുക്ക് അതും ആഡ് ചെയ്യാം. ഇത് നല്ലോണം ക്രഷ് ചെയ്ത് എടുത്തിട്ട് വരാം. നമ്മളെല്ലാം നല്ലോണം ക്രഷ് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് പുളി വെള്ളത്തിലേക്ക് ആഡ് ചെയ്യാം. ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് മിക്സ് ചെയ്യാം. എല്ലാം നല്ലോണം നമ്മൾ ആ ടാമറിൻ്റെ വെള്ളത്തിൽ, പുളിവെള്ളത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നതും മിക്സ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ രസം റെഡി. ഈസി ആക്കി ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് പച്ചപ്പുളി രസം എന്ന് പറയുന്നത്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ചോറിൻ്റെ കൂടെ, ചൂട് ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്.